ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വെള്ളിയാഴ്ച 23,453 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 72 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ്. അത് 23,382 എന്ന ലെവലിലായിരുന്നു. എൻ്റെ ട്രേഡിംഗ് പ്ലാൻ പ്രകാരം ഞാൻ താഴെ രേഖപ്പെടുത്തിയിരുന്ന 23,332 എന്ന ലെവലിന് തൊട്ടടുത്ത് വരെ ആദ്യത്തെ 5 മിനിറ്റിൽ ലോ വന്നു എങ്കിലും പെട്ടെന്ന് തന്നെ ഉയർന്നു വന്ന് 23,440 എന്ന ലെവലിൽ എത്തി. 15 മിനിറ്റ് കംപ്ലീറ്റ് ആകുന്ന സമയം ഓൾമോസ്റ്റ് അവിടുന്ന് ഒരു ഡിക്ലൈൻ വന്നേക്കുമോ എന്ന് കരുതി ഈ ലെവലിൽ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഇന്നലത്തെ ക്ലോസിംഗിന്റെ മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാം എന്ന് കരുതിയെങ്കിൽ തീർച്ചയായിട്ടും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. ഇതെല്ലാം മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുക മാത്രമല്ല, ഈ തരത്തിൽ ട്രേഡ് ചെയ്യുന്നതായി ഈ ചാനലിൽ തന്നെ അതാത് ദിവസത്തെ നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശദീകരിക്കുന്നതിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ് ഡൗൺ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഉയർന്നു വരുമ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്ത ഏരിയയ്ക്ക് അടുക്കയോട്ട് എത്തുമ്പോൾ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ക്ലോസ് ചെയ്തതിന് മുകളിലുള്ള ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ട്രേഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ പലവട്ടം വിശദീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സെല്ല് കിട്ടി വീണ്ടും ഡൗൺ സൈഡിലോട്ട് ഇവിടെ പരിശോധിക്കുമ്പോൾ ചെറിയ പോയിന്റിന് ഡേയ്സ് ലോയേക്കാളും ലോ ആയിട്ടുള്ള ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കണക്കിന് വീണ്ടും ഒരു അപ്പ് മൂവിന് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ തന്നത് ഡേയ്സ് ഹൈക്ക് മുകളിലാണ്. എന്നാലും സെല്ലിംഗ് വന്നു എങ്കിലും വെയിറ്റ് ചെയ്തു. എന്താണ് നിഫ്റ്റി അടുത്തതായി കാണിക്കാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത ഒരാൾക്ക് തുടർന്നുള്ള സമയം ഡേയ്സ് ഹൈക്ക് മുകളിൽ ക്ലോസ് ആകുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായും വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഇത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എവിടെയാണോ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് അതിന് മുകളിൽ ലഭിച്ചേക്കാവുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, അതായത് റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. ആ ഏരിയയിലോട്ട് കൃത്യമായ ഒരു ടാർഗറ്റ് തരുന്നത് കാണാമായിരുന്നു. എന്നാൽ വീണ്ടും ഇവിടെ നിന്ന് മാറി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ഇത്തരത്തിലൊരു ട്രേഡ് എടുത്ത് വിജയിച്ച ഒരാൾക്ക് അയാളുടെ അടുത്ത ഒരു എൻട്രിക്ക് ഈ ലഭിച്ച ടാർഗറ്റ് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് ആയി അതിൻ്റെ ഒരു പോർഷൻ കരുതാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു ട്രേഡിൽ എൻട്രി ആയ ഒരാൾ ഇവിടെ വീണ്ടും പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്നും അടുപ്പിച്ച് ഈ ലെവലിലോട്ടോ ജസ്റ്റ് ബ്രേക്ക് ഈവനിലോ ഹോൾഡ് ചെയ്യുകയായിരുന്നു എങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന അത് ഇന്നലെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്, കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റായി രേഖപ്പെടുത്തിയിരുന്ന ഉയരമാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ലെവലിലോട്ട് ഒരു ടാർഗറ്റ് പ്രതീക്ഷിച്ച് നിന്ന ഒരാൾക്ക് ടാർഗറ്റ് പൂർണ്ണമായും ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും സാമാന്യം നല്ല ടാർഗറ്റ് ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും. അങ്ങനെ ആദ്യത്തെ ഒരു 2 മണിക്കൂർ സമയം ഇന്നത്തെ മാർക്കറ്റ് നന്നായി ട്രേഡബിൾ ആയിരുന്നു. എന്നാൽ തുടർന്ന് വന്ന സമയം മാർക്കറ്റ് പൂർണ്ണമായും കൺസോൾട്ടേഷൻ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കൺസോൾട്ടേഷൻ പീരീഡിൽ തീർച്ചയായും ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റിനുള്ള വളരെയധികം ചാൻസ് ആണ്. പ്രൈസ് കൃത്യമായ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാതെ വരുമ്പോൾ ടൈം ഡീകെ മൂലം പ്രീമിയം മെൽറ്റിംഗ് അനുഭവപ്പെട്ട് ആ തരത്തിലും ഒരു പൊസിഷൻ പ്രോഫിറ്റബിൾ ആയി മാറാൻ വളരെ സമയമെടുത്തേക്കാം. അത്തരത്തിൽ പിന്നീടുള്ള ട്രേഡ് വളരെ മോശമായിരുന്നു എന്ന് വേണം പറയാൻ. കൃത്യമായി അത് ഒരു കൺസോളിഡേഷൻ സംഭവിക്കാൻ പോവുകയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർ ഇവിടെ ഓപ്ഷൻ ബയറായി എൻ്റർ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. എന്നാൽ കൃത്യമായി പഠിച്ചിട്ടില്ലാത്തവർക്ക്, ഇത് കൃത്യമായി നിരീക്ഷിച്ച് ബോധ്യപ്പെടാൻ മെനക്കെടാത്തവർക്ക്, സമയം ചെലവഴിക്കാത്തവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞോളണമെന്നില്ല. അവർ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ കോളും റെഡ് ക്യാൻഡിലുകൾ കാണുമ്പോൾ പുട്ടും വാങ്ങി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ലോസുകൾ വരുത്തി വെക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇന്നും ഞാൻ ട്രേഡ് ചെയ്തിരുന്നില്ല. പക്ഷേ ട്രേഡ് ചെയ്യുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ലെവലുകൾ എനിക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ, എന്തായിരിക്കണം എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്നാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. 23,490 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ എൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ലെവൽ ഇതുവരെ രേഖപ്പെടുത്തിയ 23,669 എന്ന ലെവൽ തന്നെയാണ്.
ഇന്ന് രേഖപ്പെടുത്തിയ ഉയരമായ 23,585 ഒരു പ്രധാന ലെവലായി തന്നെയാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇതിനു മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിലാണ് തുടർന്ന് അപ്വേർഡ് ഡയറക്ഷൻ ലഭിക്കുക. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ഈ ഏരിയയിൽ ക്ലോസ് ആയി പ്രൈസ് ഇവിടെ തന്നെ ഒരു ലോ ആയിട്ടോ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതേ ലെവലിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ, ഡേയ്സ് ലോ അഥവാ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യമേ ലഭിക്കേണ്ടത് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ചോദിച്ചാൽ, അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എങ്കിലും ഈ ലെവലിന് മുകളിൽ 23,586 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഏത് ഡിക്ലൈനിലും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ നിഫ്റ്റി വീണ്ടും പുതിയ ഉയരങ്ങൾ നൽകിയേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചാനലിൽ രേഖപ്പെടുത്തിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. തീർച്ചയായും നിങ്ങൾക്കും അവ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇവിടെ കാണാം എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നത്. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള ലെവൽ സ്റ്റോപ്പ് ലോസ് ലെവലുകൾ, റെസിസ്റ്റൻസ് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ കൃത്യമായും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ 23,490 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ്, 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ ഞാൻ മൈനർ സപ്പോർട്ട് ലെവലുകളായി രേഖപ്പെടുത്തി കാണുന്ന നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 23,461, 426, 403, 370 എന്നിങ്ങനെയാണ് അവ. എന്നാൽ 23,348 ആണ് ഇന്നത്തെ പ്രധാന സപ്പോർട്ട് സോണായി ഞാൻ ആ ഏരിയയിൽ കാണുന്നത്. അത് ഇന്നത്തെ ലോ ആണ്. അത് ബ്രേക്ക് ചെയ്ത് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഡിക്ലൈൻ ലഭിക്കാം എന്നാണ് കണക്കാക്കുന്നത്. അപ്പോഴും 23,230 എന്ന ലെവൽ പ്രധാന സപ്പോർട്ട് സോൺ തന്നെയാണ്. അതിനു മുകളിൽ 260, 282, 307, 333 എന്നീ മൈനർ സപ്പോർട്ട് ലെവലുകളും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയും ഇവയ്ക്ക് താഴെ ക്ലോസ് ആയാൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളായാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെവലുകൾ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം താല്പര്യമുണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത് ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാനായി തയ്യാറാക്കുന്നതാണ്. നാളെ എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെ പ്ലാൻ ആക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഉപയോഗിക്കാം. ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടേതാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ലെവൽ എന്ന് നോക്കാം. 51,798 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്നത്തെ ഉയരം തന്നെയാണ്. അതുപോലെ തന്നെ 51,246 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട്. അതിനിടയിൽ വീണ്ടും 51,353 എന്ന ലെവൽ ഞാൻ ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയും ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്താൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എങ്കിലും 51,936 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് മുകളിലോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അവ ഇതിനു മുമ്പും രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ്, നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നു. 51,936 മുകളിൽ 52,157, 52,399, 53,000 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ 52,390, 400
ലെവലിന് മുകളിൽ കിടക്കുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ഉയരം ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്രകാരം സംഭവിക്കുന്ന പക്ഷം ഞാൻ തീർച്ചയായും നമ്മുടെ ടെലഗ്രാം ചാനലിൽ തുടർന്ന് വരാൻ സാധ്യതയുള്ള ടാർഗറ്റ് എത്ര എന്ന് എൻ്റെ ലെവൽ എന്തായിരിക്കാം എന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ അത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഒരു വട്ടം ടെലഗ്രാം ചാനൽ സന്ദർശിച്ചാൽ ആ ലെവലുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ തൊട്ടു മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലാണ്. അതിനിടയിൽ 51,359 എന്ന ലെവലും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്തേക്കും എന്ന് കരുതാവുന്നതാണ്. അങ്ങനെ ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിലും താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ അതായത് 51,246 എന്ന ലെവലിന് താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്ന് കരുതും. അങ്ങനെയെങ്കിൽ 51,137 എന്ന ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടായേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 50,990, 50,757, 50,496, 50,261 എന്നീ ലെവലുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്ന് നോക്കാം. 77,425 എന്ന ഇന്നത്തെ ഉയരമാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സപ്പോർട്ടായി 77,185 എന്ന ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതുവരെ രേഖപ്പെടുത്തുന്ന ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് 77,537 എന്ന ലെവലിനൊക്കെ മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യേണ്ടതാണ്. പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന പ്രധാന ടാർഗറ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരുന്ന ഓൾ ടൈം ഹൈ. അത് 77,853 എന്ന ലെവലാണ്. എന്നാൽ 77,810 എന്ന ലെവലിന് മുകളിൽ അത് ടെസ്റ്റ് ചെയ്യുകയോ അതിന് മുകളിൽ കിടക്കുകയോ ചെയ്താൽ പോലും വീണ്ടും ഡിക്ലൈൻ കിട്ടുമ്പോൾ പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചേക്കാമെന്ന് കരുതി കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ്. അവ 77,965, 78,083, 78,228 എന്ന ലെവലുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് 77,185 എന്ന ആദ്യത്തെ സപ്പോർട്ടിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്ത് ഡേയ്സ് ഹൈ തവണ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 77,059, 76,885, 76,799, പിന്നീട് ഇന്നത്തെ ലോയായ 76,748, 76,617, 76,532 എന്നീ ഇവിടെ കാണാവുന്ന ലെവലുകൾ. അതിൽ 76,532 പ്രധാന ഒരു സപ്പോർട്ടായി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് തൊട്ട് താഴെ 76,426, 76,291 എന്നീ ലെവലുകളും സപ്പോർട്ടുകളാണ്. അതും ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അപ്പോൾ എല്ലാ ഇൻഡെക്സുകളും 3 ഇൻഡെക്സുകളുടെയും ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ടെർമിനൽ ഓപ്പൺ ആക്കി നിങ്ങളുടെ ബ്രോക്കറുടെ ചാർട്ടിൽ രേഖപ്പെടുത്താവുന്നതാണ്.
യഥാവിധി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ രീതിയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ അത് ശ്രദ്ധിച്ച് ആ തരത്തിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അത് പക്ഷേ നിങ്ങളുടെ റിസ്ക് ആണ്. ഇത് ഞാൻ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിനായി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ലൈക്ക് നൽകുകയും ചെയ്താൽ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യുകയും ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവരുടെ മുമ്പിലെത്തുകയും ഇത് ഗുണകരമെങ്കിൽ അവർക്കും ഗുണകരമായി മാറാനുള്ള ഒരു ചെറുകൈ സഹായമാണ്, നഷ്ടമില്ലാത്തതാണ്. മനസ്സ് ഉള്ളവർ ചെയ്യുക, താല്പര്യമുള്ളവർ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ലാഭം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്